റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് താരിഫിന്റെ വാൾ ഉയർത്തിയപ്പോൾ സകലരും ഞെട്ടി. ഇന്ത്യ ഇവിടെ കീഴടങ്ങുമെന്ന് തന്നെ സകല രാജ്യങ്ങളും കണക്ക് കൂട്ടി. എന്നാൽ ഇന്നിതാ ലോകത്തിന്റെ എണ്ണ ഖനിയാവാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം. എന്താണ് ഇന്ത്യയുടെ അടുത്ത നീക്കം? ട്രംപിനെ മലത്തി അടിച്ചുകൊണ്ടുള്ള ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. നമസ്കാരം. ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക രാഷ്ട്രീയത്തിൽ ഓരോ നീക്കത്തിനും പിന്നിൽ കൃത്യമായ കണക്ക് കൂട്ടലുകളുണ്ട്. അടുത്തിടെ ലോകത്തെ ഞെട്ടിച്ച ഒരു നീക്കം നമ്മുടെ രാജ്യത്തിൻ്റെതായിരുന്നു. അതെ, ഇന്ത്യയുടേത്. അമേരിക്കയുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. ഇത് വെറുമൊരു സാധാരണ കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിലെ സ്വതന്ത്ര നിലപാട് ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ നീക്കത്തെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. റഷ്യൻ എണ്ണ വ്യാപാരം തടയുന്നതിനായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക പ്രതികാരം വിട്ടി. അതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മൊത്തം താരിഫ് നിരക്ക് 50% ഉയർന്നു. എന്നാൽ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായി ഇന്ത്യക്ക് എങ്ങനെ സാധിക്കുന്നു? റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യക്ക് എത്രത്തോളം ലാഭകരമാണ്? ഇന്ത്യ ശരിക്കും ഒരു എണ്ണ ഖനിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഈ വിഷയത്തിന്റെ എല്ലാ തലങ്ങളെയും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് വെറും 2% മാത്രമായിരുന്നു. ഇന്ത്യ പ്രധാനമായും ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെയാണ് എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത്. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ ഈ ചിത്രം മാറി മറിയുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ വൻതോതിലുള്ള വിലക്കിഴിവിൽ എണ്ണ വിൽക്കാനായി റഷ്യ നിർബന്ധിതരായി. ഇത് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ച ഒരു സുവർണ അവസരമായിരുന്നു. ഇന്ത്യ ഈ അവസരം പരമാവധി മുതലെടുക്കുന്നു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 20.3% ഉയരുകയാണ്. ഇന്ന് ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40% റഷ്യയിൽ നിന്നുമാണ്. ഈ മാറ്റം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. റഷ്യയുടെ കിഴിവ് ആഗോള എണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കാനായി സഹായിക്കുന്നു. കൂടാതെ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. സൗദി അറേബ്യ, ഇറാഖ്, UAE തുടങ്ങിയ പരമ്പരാഗത എണ്ണ വിതരണക്കാരുടെ പങ്ക് കുറയുന്നു. ഇറാഖിന്റെ പങ്ക് 17.1%, സൗദി അറേബ്യയുടേത് 16.1%, UAE 11.8 എന്നിങ്ങനെയായി കുറഞ്ഞു. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയം ഒരു രാജ്യത്തെ ആശ്രയിച്ചിട്ടുള്ളതല്ല, മറിച്ച് വിവിധ ഉറവിടങ്ങളെ ആശ്രയിച്ച് വൈവിധ്യവൽക്കരിക്കാനുള്ള തന്ത്രമാണ്. റഷ്യൻ എണ്ണ വ്യാപാരം തടയാൻ അമേരിക്കൻ ഭരണകൂടം പല ശ്രമങ്ങളും നടത്തി. റഷ്യൻ എണ്ണയെ ഇന്ത്യ പണമിടപാടുകാരനെ പോലെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ അധികാരത്തിൽ കയറി ഉടനെ തന്നെ 25% അധിക താരിഫ് ഏർപ്പെടുത്തി. ഇത് അമേരിക്കയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. US ട്രേഡ് പ്രതിനിധിയായ പീറ്റർ നവാരോ ഇന്ത്യയെ റഷ്യയുടെ എണ്ണ പണമിടപാടുകാരൻ എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യൻ എണ്ണ ലോബിയെ വിമർശിക്കുകയും ചെയ്തു. റഷ്യൻ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച ശേഷം യൂറോപ്പിലേക്ക് ഇന്ധനം കയറ്റുമതി ചെയ്ത് ഇന്ത്യ ലാഭം കൊയ്യുന്നു എന്നായിരുന്നു അമേരിക്കയുടെ മറ്റൊരു ആരോപണം. എന്നാൽ ഇന്ത്യ ഇതിനെ ശക്തമായി അപലപിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വാണിജ്യ ബന്ധങ്ങൾ തുടരുമ്പോൾ ഇന്ത്യക്ക് മാത്രമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിലെ ഇരട്ടത്താപ്പ് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുവെന്ന ആരോപണങ്ങളും ഉയർന്നു. റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് നിയമവിരുദ്ധമല്ലെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് യാതൊരു അന്താരാഷ്ട്ര നിയമ ലംഘനവുമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണയിൽ നിന്നും ശുദ്ധീകരിച്ച ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിന് അടുത്തിടെ മാത്രമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. അമേരിക്ക റഷ്യൻ എണ്ണയോ അതിൽ നിന്നുള്ള ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ജൂലൈയിൽ ഇന്ത്യയുടെ ക്രൂഡ് വിതരണത്തിന്റെ 8.9% അമേരിക്കയിൽ നിന്നായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള എണ്ണയും വാങ്ങുന്നത് വഴി അമേരിക്കയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. ഇതൊരു തന്ത്രപരമായ നീക്കമാണ്.
റഷ്യൻ എണ്ണ ഇറക്കുമതിയിലൂടെ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കുന്നുണ്ടോ എന്ന് ചില ചോദ്യങ്ങളുണ്ട്. അതായത് ചില മാധ്യമങ്ങൾ പറയുന്നത് 10 മുതൽ 25 ബില്യൺ ഡോളർ വരെയാണ് ഇന്ത്യക്ക് ലഭിക്കുന്ന വാർഷിക ലാഭം എന്നാണ്, അതായത് ഇതുവഴി. എന്നാൽ ഈ കണക്കുകൾ പൂർണ്ണമായും ശരിയല്ലെന്നാണ് ഗവേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ CLSA തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്ന വാർഷിക ലാഭം 2.5 ബില്യൺ ഡോളർ മാത്രമാണ്. അതായത് ഇന്ത്യയുടെ GDP-യുടെ 0.6% മാത്രം. റഷ്യൻ എണ്ണയ്ക്ക് മുൻപ് ലഭിച്ചിരുന്ന കിഴിവ് ഇപ്പോൾ കുറഞ്ഞു. 2024 സാമ്പത്തിക വർഷത്തിൽ റഷ്യൻ എണ്ണയ്ക്ക് ശരാശരി $8.5 ഡിസ്കൗണ്ട് ലഭിച്ചിരുന്നെങ്കിലും 2025 ഇത് $3 മുതൽ $5 കുറഞ്ഞു. സമീപ മാസങ്ങളിൽ ഡിസ്കൗണ്ട് $1.5 വരെ കുറഞ്ഞതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാഭത്തിന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ പറയുന്നത് പോലെ വലിയ നേട്ടമൊന്നും ഇന്ത്യക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇത് ഇപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനേക്കാൾ ലാഭകരമാണ്. മാത്രമല്ല, എണ്ണ ഇറക്കുമതിയിൽ രാജ്യം ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാത്തത് ആഗോള എണ്ണ വിപണിയിലെ വിലവർദ്ധനവിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ ആശ്വാസമാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ വിവേകപൂർണമായ സമീപനം എന്ന് തന്നെ പറയാം. അതായത് ഞാൻ കുറച്ചും കൂടി വ്യക്തമാക്കി തരാം. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് സ്വന്തം ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും. ഉക്രൈൻ വിഷയത്തിൽ ഒരു പ്രത്യേക പക്ഷം ചേരാതെ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിലപാടാണ് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. ഈ നിലപാട് ഇന്ത്യയെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമാക്കുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമാണ് നമ്മുടെ രാജ്യം. റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയാൽ അത് ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. റഷ്യക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പുതിയ വിപണി കണ്ടെത്തേണ്ടി വരും. ഇത് ആഗോള എണ്ണ വില $100 മുകളിലേക്ക് ഉയർത്താനും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയുടെ ഈ നീക്കത്തെ പൂർണ്ണമായും തടയാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ഇറക്കുമതി നിന്നാൽ റഷ്യക്ക് 1 ദശലക്ഷം ബാരൽ എണ്ണ, അതായത് ആഗോള വിതരണത്തിന്റെ 1% വിൽക്കാനായി വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും. ഇത് വിതരണ തടസ്സത്തിന് കാരണമാകും. ആഗോള പണപ്പെരുപ്പം വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ രാജ്യത്തിന് മറ്റ് വിതരണക്കാരിൽ നിന്നും എണ്ണ ലഭിക്കുമെങ്കിലും വിലവർധന ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റിനെ കുറിച്ച് പറയാം, ആഗോള എണ്ണഖനിയാവുന്നതിനെ കുറിച്ച്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുന്നുവെന്ന ആരോപണം ശരിയാണെങ്കിൽ പോലും അതൊരു കുറ്റമൊന്നുമല്ല. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും സ്വയംഭരണത്തെയും സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ താരിഫ് ഭീഷണികളോ മറ്റ് സമ്മർദ്ദങ്ങളോ ഒന്നും നമ്മുടെ രാജ്യത്തെ സ്പർശിക്കുക പോലുമില്ല. കാരണം ഇന്ത്യയുടെ നിലപാടുകൾ കൃത്യവും വിവേകപൂർണവുമാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര ആഗോള ശക്തിയായി ഉയർന്നു വരികയാണ്. ട്രംപിനെ പോലെ ഒരു എടുത്തുചാട്ടക്കാരനല്ല നമ്മുടെ രാജ്യം. ഒരു കാലത്ത് മറ്റ് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് കീഴ്വഴങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം നിലപാടുകളിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെയും ശക്തിയുടെയും സൂചനയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ ആഭ്യന്തര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത് പണപ്പെരുപ്പം കുറയ്ക്കും, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയെ വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ കാണാതെ പോകുന്നത് തങ്ങളുടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ ധീരമായ നിലപാടാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി ഉയർന്നു വരുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ സ്വാഭാവികമൊക്കെയാണ്. ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുന്നു. ഈ വിഷയം ഇന്ത്യയുടെ ആഗോള നയതന്ത്രത്തിലെ ഒരു പുതിയ തന്ത്രം കൂടിയാണ്. ഒരു വലിയ എണ്ണ ഖനിയെ തന്നെ ആശ്രയിക്കാതെ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ലാഭകരമായ സ്രോതസ്സുകൾ തേടാനുള്ള ഇന്ത്യയുടെ നീക്കം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ രാജ്യം എടുക്കുന്ന ഓരോ തീരുമാനത്തിന് പിന്നിൽ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രങ്ങളുണ്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി അതിലൊന്ന് മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.